MBBS ക്ലിനിക്കൽ പോസ്റ്റിങ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അറിവ് കിട്ടുന്നത് ഏത് പോസ്റ്റിംഗ് എന്നാണെന്നറിയാം നിങ്ങൾക്ക്? ഇറ്റ്സ് മെഡിസിൻ പോസ്റ്റിംഗ്. കാരണം എന്താ വെച്ചാൽ കുറേ പേഷ്യൻസ് ഫസ്റ്റ് തന്നെ വരുന്നത് മെഡിസിൻ ഒ പിയിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ കുറേ ഡിസീസസ് നമുക്ക് ഒ പിയിൽ നിന്ന് തന്നെ കാണാനായിട്ട് പറ്റും. ആൻഡ് വി വിൽ സ്റ്റഡി മോർ ആൻഡ് മോർ ഇൻ മെഡിസിൻ പോസ്റ്റിങ്സ് ഓഫ് കോഴ്സ്. കാരണം ഇൻ കേസ് ഇപ്പോൾ നമ്മൾ ബുക്ക് പഠിച്ചില്ലെങ്കിലും ഈവൻ വാർഡിൽ പോയാൽ കൂടെ കുറേ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും മെഡിസിനിൽ. അതും കുറേ റെയർ കണ്ടീഷൻസും ഉണ്ടായിരിക്കും. സോ മെഡിസിൻ പോസ്റ്റിംഗ് പഠിക്കണം എന്ന് വിചാരിച്ചാൽ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മെഡിസിനിലായിരിക്കും ഉണ്ടാവുക. സെക്കൻഡ് ഇയർ മെഡിസിൻ പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ തേർഡ് ഇയറിൽ എത്തിയപ്പോഴാണ് മെഡിസിൻ പോസ്റ്റിംഗ് ഇഷ്ടമാവാനായിട്ട് തുടങ്ങിയത്. സോ ടുഡേ ഐ എം ഗോയിങ് ഫോർ മൈ മെഡിസിൻ പോസ്റ്റിങ്സ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മെഡിസിൻ പോസ്റ്റിങ്ങിൽ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ക്ലാസ്സസ് എന്നാണ് പറയുന്നത്. ഹലോ, ഐ എം റിസ്വാന, തേർഡ് ഇയർ MBBS സ്റ്റുഡൻറ്റ്. സത്യം പറഞ്ഞാൽ കുറേ നാളായി ഞാനൊരു വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട്. സോ ഇപ്പം ഹോസ്റ്റലിന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഊത്തപ്പമായിരുന്നു. എനിക്കത്ര വലിയ ഇഷ്ടമല്ല. അപ്പം ഞാൻ പാലും പിന്നെ ഒരു കേക്ക് കഴിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ ഹോസ്റ്റലിന് കുറച്ച് നടക്കാനുള്ള വഴിയാണ്. ഇപ്പോൾ ഹോസ്റ്റലിൻ്റെയും ഹോസ്പിറ്റലിൻ്റെ ഇടയിലായിട്ടാണ് കോളേജ് വരുന്നത്. ഇത് ആ കാണുന്നതാണ് കോളേജ്, പക്ഷെ അറ്റത്തേക്ക് പോയിട്ടാണ് ഹോസ്പിറ്റൽ വരുന്നത്. സോ വേറൊരു സ്റ്റേറ്റിൽ നമ്മൾ MBBS പഠിക്കുമ്പോൾ ഓഫ് കോഴ്സ് ചലഞ്ചിങ് ആയിട്ട് വരുന്നത് ഈ ഒരു പോസ്റ്റിംഗ് പാർട്ടായിരിക്കും. കാരണം കോളേജിലാണെങ്കിൽ സ്റ്റുഡൻസിനൊക്കെ ഇംഗ്ലീഷ് അറിയുന്നതുകൊണ്ട് നമ്മൾ ഫസ്റ്റൊക്കെ ഇംഗ്ലീഷ് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോവും. പക്ഷേ പോസ്റ്റിങ്ങിന് വരുമ്പോൾ നമുക്ക് ലാംഗ്വേജ് അറിഞ്ഞാലും ലൈക്ക് അവരുടെ ആ ഒരു രീതിക്ക് നമുക്ക് തമിഴ് പഠിക്കാൻ പറ്റണം, പറയാൻ പറ്റണം. സോ ഇപ്പം തേർഡ് ഇയർ ആയി, ഓൾമോസ്റ്റ് തമിഴ് ആയതുകൊണ്ട് തന്നെ ഇപ്പം ഓൾമോസ്റ്റ് ഒക്കെ പഠിച്ച് ഇപ്പോൾ പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ സംസാരിക്കാൻ പറ്റും. പക്ഷെ എന്നാലും ഭയങ്കര പ്രായമായിട്ടുള്ള പേഷ്യൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ കുറച്ച് പണിയാണ് അവർക്ക്. സോ അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് മെഡിസിൻ ഞങ്ങളുടെ ക്ലാസ് വരുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു OP ക്ലാസ് ആയിരിക്കും. അതിൽ ഞങ്ങളായിരിക്കും പ്രസൻറ്റ് ചെയ്യുക, തേർഡ് ഇയേഴ്സ് ആയിരിക്കും പ്രസൻറ്റ് ചെയ്യുക, ആൻഡ് സെക്കൻഡ് ഇയേഴ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അവർ ക്ലാസ് ശ്രദ്ധിക്കുക, അങ്ങനെയായിരിക്കും. പക്ഷേ OP ക്ലാസ് കഴിഞ്ഞ് വാർഡ് ക്ലാസ്സിൽ പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സീനിയേഴ്സ് പ്രസൻറ്റ് ചെയ്യും, ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അങ്ങനെയാണ് ഉണ്ടാവുക. தெரியற மாதிரி இருக்கா? സാപ്പിട്. ക്ലാസ്സിൽ പ്രൊഫസേഴ്സ് വന്നതിന് ശേഷമായിരിക്കും നമുക്ക് കേസ് പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കുക. സോ ചില ദിവസങ്ങളിൽ പ്രൊഫസേഴ്സ് വരാൻ ലേറ്റ് ആവും. സോ ആ ഒരു ടൈമിൽ ഒന്നല്ലെങ്കിൽ ഞങ്ങൾ കളിച്ചിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളിരുന്ന് പഠിക്കും. മാക്സിമം കുറച്ച് നേരം പഠിക്കുക, കുറച്ച് നേരം പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള കളിച്ചിരിയായിട്ടായിരിക്കും പോവുക. ആൻഡ് ഓഫ് കോഴ്സ് അങ്ങനെ ഇരിക്കുമല്ലോ. പക്ഷെ മെഡിസിൻ പോസ്റ്റിങ്ങിൽ പോയാൽ ഇതൊന്നും അല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. സോ ഞങ്ങളുടെ OP ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വാർഡിലൊന്ന് പോവും. വാർഡിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വാർഡ് ക്ലാസ് സീനിയേഴ്സിൻ്റെ കൂടെയാണ്. അപ്പോൾ അതിന് മുന്നേ പേഷ്യൻസിനൊക്കെ പോയി കാണും. ശരിക്കും ഈ പാർട്ട് ആക്ച്വലി നല്ലതാണ്. ഞങ്ങൾക്ക് തന്നെ കുറേ എക്സ്പോഷർ കിട്ടാൻ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഇതിൻ്റെ ഇടയിൽ അവരെന്തിനാണ് ചിരിക്കുന്നതെന്നറിയാം? ഞാൻ പറയണത് ഒന്നും അവർക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് അവർ ചിരിക്കുന്നത്. സോ മെഡിസിനിൽ 20-20 ആയിട്ടാണ് ഓരോ പോസ്റ്റിങ്ങിലും പോവുക. സോ ഈ 20 മെമ്പേഴ്സിനെ പോസ്റ്റിങ്ങിൽ വരുമ്പോൾ M1, M2, M3, M4 എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യും. സോ M1, M4 വാർഡ് ക്ലാസ് ലൈക്ക് സെക്കൻഡ് ക്ലാസ് ഒപ്പമായിരിക്കും, M2, M3 ഒപ്പമായിരിക്കും. സോ ഞങ്ങളിൽ 2 പേര് M1, M4 2 പേര് M2, M3 ആണ്. സോ അവർക്ക് താഴെയാണ് ക്ലാസ്. പേഷ്യൻസിനെ കാണാൻ വേണ്ടി മുകളിലേക്ക് വരുന്നതാണ്. ഗൈസ്, അങ്ങനെ വാർഡ് ക്ലാസ് സീനിയേഴ്സിൻ്റെ കൂടെയുള്ള വാർഡ് ക്ലാസ്സും കഴിഞ്ഞ് ഇനി തിരിച്ചു പോവുകയാണ്. സോ 12-ന് ലഞ്ച് കഴിക്കാനായിട്ട് വന്നു. ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.